السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهد الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم فيغفر لكم ذنوبكم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله أكبر الله أكبر الله أكبر، لا إله إلا الله الله أكبر الله أكبر ولله الحمد. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം കഴിയുന്നത്രയും സൂക്ഷിച്ച് പാലിച്ച് മുഅ്മിനുകളും മുവഹ്ഹിദുകളും മുത്തഖികളുമായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ത്യാഗോജ്വലമായ ചരിത്രങ്ങൾ അയവിറക്കുന്ന സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ആഘോഷമായിട്ട് ലോക മുസ്ലിമീങ്ങൾ ആചരിക്കുന്ന, അനുഷ്ഠിക്കുന്ന ഈദുൽ അദ്ഹ, ദുൽഹിജ്ജ 10 പെരുന്നാളിൻ്റെ ഏറ്റവും വലിയൊരു കർമ്മത്തിലാണ് നമ്മളെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മുമ്പൊക്കെ സൂചിപ്പിച്ചതുപോലെ, നമുക്കെല്ലാം അറിയാവുന്നത് പോലെ അള്ളാഹുവിനെ ധാരാളമായിട്ട് പുകഴ്ത്തുക, അള്ളാഹുവിൻ്റെ മഹത്വം ഉച്ചരിക്കുക എന്നുള്ളതാണ് പെരുന്നാളിൻ്റെ ഏറ്റവും വലിയൊരു കർമ്മമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ലാഹു അക്ബറു വലില്ലാഹിൽ ഹംദ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പൂർണ്ണമായി അദ്ദേഹത്തെ പിൻപറ്റാനുള്ള നിരവധി കൽപ്പനകളാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. ഫത്തബിഉ മില്ലത ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മാർഗം നിങ്ങൾ പിന്തുടരണം, ഇത്തിബാ ചെയ്യണം എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന. ഇബ്രാഹിം നബിയുടെ മില്ലത്ത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും പ്രാർത്ഥനാ നിർഭരമായിരുന്നു. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരുന്നു. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മളിലും എപ്പോഴും ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു കാര്യം അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയുണ്ടാകണം എന്നാണ്. എല്ലാ കാര്യങ്ങളിലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ചെരുപ്പിന്റെ വള്ളി, നിങ്ങളുടെ ചെരുപ്പിന്റെ വാറ് അറ്റുപോയാൽ പോലും
നിങ്ങളിത് കടയിൽ പോയി വാങ്ങാൻ എളുപ്പമാണ്, കിട്ടും. പക്ഷേ അത് പോയാലും നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം എന്നാണ്. ആ ചെരുപ്പ് വാങ്ങാനും കാലിലിടാനുമുള്ള തൗഫീഖ് അള്ളാഹുവാണ് നൽകേണ്ടത്. ഒരുപക്ഷെ നമ്മൾ ചെരുപ്പ് വാങ്ങാൻ നടന്നു പോകുമ്പോൾ നമുക്കെന്തെങ്കിലും അപകടം പറ്റിയേക്കാം. അതുകൊണ്ടൊരു ചെരുപ്പിന്റെ വള്ളി അറ്റുപോയാൽ അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത് ആ രൂപത്തിലുള്ള പ്രാർത്ഥനകളാണ്. സ്വന്തം നാടിന് വേണ്ടിയിട്ട് റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, എന്റെ റബ്ബേ എന്റെ നാടിനെ ഒരു നിർഭയമായ നാടാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിം നബിയെ എപ്പോഴെങ്കിലും നമ്മൾ മാതൃകയാക്കിയിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഭീഷണികൾ നിലനിൽക്കുന്നുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ വരാൻ പോകുന്നുണ്ടോ എന്നുള്ള ആധിയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള പ്രയാസഘട്ടങ്ങൾ ഇല്ലാതിരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, നമ്മുടെ നാടിനെ, നമ്മുടെ ഇന്ത്യയെ നിർഭയമായ ഒരു നാടാക്കിയിട്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ അനന്തരാവാസികൾക്കെല്ലാം ജീവിക്കാൻ പറ്റുന്ന ഒരു നാടാക്കിയിട്ട് റബ്ബേ നീ മാറ്റിത്തരണേ എന്ന് എപ്പോഴെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിലും ഉണ്ട് എങ്കിലും നമ്മുടെ ജീവിതത്തിൽ തുടർന്നും നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ സ്വന്തമായിട്ട് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി ദുആ ചെയ്യുമ്പോൾ നമ്മുടെ നാടിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു ഇബ്രാഹിം നബിയോട് പറഞ്ഞു, ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, എല്ലാ ജനങ്ങൾക്കും വേണ്ടി അള്ളാഹു പറഞ്ഞതാണ് താങ്കളെ ഇമാമാക്കിയിരിക്കുന്നു, ജനങ്ങൾക്ക് മാതൃകയാക്കി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, വമിൻ ദുർരിയത്തി, എന്റെ സന്തതികളെയും എന്റെ സന്താനങ്ങളെയും അള്ളാഹുവേ ജനങ്ങൾക്ക് മാതൃകയാക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ്. മക്കൾക്ക് വേണ്ടി എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്റെ മക്കളെയും അതുപോലെ ആക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ്. കഅബാലയം പടുത്തുയർത്തിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ ദുആ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. ആ കൂട്ടത്തിൽ അതിനെ തൊട്ടടുത്തായിട്ട് അള്ളാഹുവേ ഞങ്ങളെ ചെയ്ത അമല് സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക്ക് എന്നാണ്. ഞങ്ങൾ രണ്ടാളുകളെയും അള്ളാഹുവേ നിനക്ക് കീഴ്പ്പെടുന്ന ആളുകളാക്കണം, എന്നെയും എന്റെ മകൻ ഇസ്മായിലിനെയും അള്ളാഹുവേ നിനക്ക് കീഴ്പ്പെടുന്നവരാക്കണം. വമിൻ ദുർരിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്ക്, അതുപോലെ ഞങ്ങളിൽ നിന്നും നിനക്ക് കീഴ്പ്പെടുന്ന ഒരു സമൂഹത്തെ, ഒരു ഉമ്മത്തിനെ അള്ളാഹുവേ നീ ഉണ്ടാക്കി തരണേ എന്ന്. എന്നെ മാത്രമല്ല, എന്റെ മകനെ മാത്രമല്ല, ഞങ്ങളിലൂടെ ഉണ്ടാകാൻ പോകുന്ന ഒരു പരമ്പരയെ, ഞങ്ങളുടെ മക്കളിലൂടെ നിന്നെ ആരാധിക്കുന്ന, നിനക്ക് കീഴ്പ്പെടുന്ന, നിനക്ക് വഴിപ്പെടുന്ന ഒരു സമൂഹമാക്കിയിട്ട്, ഒരു സമുദായമാക്കിയിട്ട് നീ ഉണ്ടാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വഅരിനാ മനാസികന, അതുപോലെ ആരാധനകളൊക്കെ എനിക്ക് കാണിച്ചു തരണം, ഞങ്ങൾക്ക് കാണിച്ചു തരണം. എന്താണ് ഇബാദത്ത് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് അള്ളാഹുവിനെ ആരാധിക്കേണ്ടത്, എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് നോമ്പെടുക്കേണ്ടത്, എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, ഇസ്ലാമിന്റെ ആരാധനാ കർമ്മങ്ങൾ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം. നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് ആളുകൾ, ബഹുഭൂരിഭാഗം ആളുകളും ബിദ്അത്ത് ചെയ്യുന്ന ആളുകളാണ്, ശിർക്ക് ചെയ്യുന്ന ആളുകളാണ്. മുസ്ലിം സമുദായത്തിൽ പോലും ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കടത്തിക്കൂട്ടുന്ന ആളുകളാണ്. അള്ളാഹുവേ നിനക്കെങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്ന്, നീ തൃപ്തിപ്പെടുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന്, നീ ഇഷ്ടപ്പെടുന്നത് എന്തൊക്കെയാണ് എന്ന് എനിക്ക് നീ കാട്ടിത്തരണേ എന്നുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും പോകാതിരിക്കാൻ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകണം എന്നാണ്. അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, വജ്നുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, എന്നെ നീ അകറ്റണം, എന്റെ മക്കളെയും അകറ്റണം. അൻ നഅ്ബുദൽ അസ്നാം, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന്, ബഹുദൈവാരാധനയിൽ നിന്ന്, അല്ലാഹുവല്ലാത്ത ആളുകൾക്ക് ആരാധനകൾ അർപ്പിക്കുന്ന, അവർക്ക് നേർച്ചകൾ അർപ്പിക്കുന്ന ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് എന്നെ അകറ്റണമെന്ന് മാത്രമല്ല എന്റെ മക്കളെയും എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യുന്നത്. നമസ്കാരവും അങ്ങനെ തന്നെയാണല്ലോ. ഇബ്രാഹിം നബി പറഞ്ഞു, റബ്ബി ജഅൽനി മുഖീമസ്സലാഹ്, എന്റെ റബ്ബേ എന്നെ നീ നമസ്കാരം നിലനിർത്തുന്നവനാക്കണം. വമിൻ ദുർരിയത്തി,
എന്റെ സന്താനങ്ങളെയും എന്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കണം. റബ്ബനാ വതഖബ്ബൽ ദുആ, എന്റെ ദുആ റബ്ബേ നീ സ്വീകരിക്കണേ എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ മക്കൾക്ക് വേണ്ടി അവർ നമസ്കരിക്കുന്നവരാകണമെന്ന് നമ്മൾ ദുആ ചെയ്യാറുണ്ടോ? മുമ്പൊരിക്കൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ മക്കൾക്ക് പേരിടുമ്പോ ആ പേരിന്റെ ആദ്യാക്ഷരം ഇംഗ്ലീഷ് അക്ഷരങ്ങളിലെ ആദ്യാക്ഷരങ്ങളാകാൻ വേണ്ടി നമ്മളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. കാരണം അവർ വളർന്നു വലുതാകുമ്പോൾ ഏതെങ്കിലും ഇന്റർവ്യൂ വരുമ്പോൾ എന്റെ മകന്റെ പേര്, എന്റെ മകളുടെ പേര് അതിന്റെ ഫസ്റ്റില് അൽഫാബറ്റിക്സിൽ ഫസ്റ്റ് വരാൻ വേണ്ടിയിട്ട് മക്കൾക്ക് പേരിടുമ്പോൾ പോലും ശ്രദ്ധിക്കുന്ന മാതാപിതാക്കളാണ് നമ്മൾ. പക്ഷേ എന്റെ മകനെ, എന്റെ മകളെ, എന്റെ സന്താനങ്ങളെ ബഹുദൈവ വിശ്വാസികളാക്കരുതേ, എന്റെ മക്കൾ നമസ്കരിക്കുന്നവരാക്കണേ എന്ന് നമ്മൾ ദുആ ചെയ്യാറുണ്ടോ? ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്താൽ നമ്മുടെ പള്ളികളിൽ നമ്മളോടൊപ്പം നമ്മുടെ മക്കളും സുബ്ഹ് നമസ്കരിക്കാനുണ്ടാകും. നമ്മുടെ മക്കൾ നമ്മോടൊപ്പം നമ്മുടെ കൈപിടിച്ചുകൊണ്ട് കൂടെയുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിതത്തിൽ നടത്തുന്ന പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ മക്കളെയും പ്രാർത്ഥനയിൽ ചേർത്തു പിടിച്ചു എന്നാണ്. അതേകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ എന്റെ ഉപ്പയുടെ അനദഅവതു അബി ഇബ്രാഹിം, എന്റെ ഉപ്പ ഇബ്രാഹിമിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് പറയുമ്പോൾ ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിലാണ് അള്ളാഹുവിന്റെ ദൂതര് ജന്മം കൊണ്ടത്. അള്ളാഹുവിന്റെ റസൂലിന് അദ്ദേഹം പറയുന്നത് തന്നെ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, എന്റെ ഉപ്പ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ എന്നാണ്. ഒരു ഉമ്മത്തിനെ എന്നിലൂടെ ഉണ്ടാക്കണേ എന്ന് പ്രാർത്ഥിച്ചു, മക്കളെ നന്നാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു, റബ്ബി ഹബ്ലി മിന സ്വാലിഹീൻ എന്ന് പ്രാർത്ഥിച്ചു, നല്ല സന്താനത്തെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഇങ്ങനെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നാളെ എന്തെല്ലാം പരീക്ഷണങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് വരാനിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. നമ്മുടെ മക്കൾ എങ്ങോട്ടാണ് പോവുക എന്ന് നമുക്കറിയില്ല. ഒരുപാട് ലഹരിക്കടിമപ്പെടുന്ന അതേപോലുള്ള ഒരുപാട് വാർത്തകൾ ഇന്നലെ രാത്രി വായിച്ചു. ഒരു ചെറിയ കുഞ്ഞ് 4 വയസ്സുള്ള കുട്ടി, അതിന്റെ അമ്മ വഴക്ക് പറഞ്ഞപ്പോ ആ കുട്ടി ആത്മഹത്യ ചെയ്തു എന്നാണ്. നമ്മുടെ മക്കളോട് ഒന്ന് ശാസിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ മാറുന്നത് അവർക്ക് വേണ്ടി നമ്മുടെ മനസ്സിൽ പ്രാർത്ഥനയില്ലാത്തത് കൊണ്ടാണ്. ആ മക്കളെ ചെറുപ്പം മുതലേ എനിക്ക് ശാസിക്കാനും എനിക്ക് സ്നേഹിക്കാനും അധികാരമുള്ളതാണ് എന്ന് ആ കുട്ടിയെ ബോധ്യപ്പെടുത്താത്തത് കൊണ്ടാണ്. ഇബ്രാഹിം നബിയുടെ ഒരു വാചകം, മക്കളോട് പറയുന്ന വാചകം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ? വവസ്സാ ബിഹാ ഇബ്രാഹിമ ബനീഹി വയഖൂബ്. ഇബ്രാഹിം നബി തന്റെ മക്കളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് കൊടുക്കുകയാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയായ യഅ്ഖൂബ് നബിയും അതുപോലെ ചെയ്തിട്ടുണ്ട്. യാ ബനിയ, എന്റെ മക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ദീൻ അല്ലാഹു നിങ്ങൾക്ക് തെരഞ്ഞെടുത്തു തന്നിട്ടുണ്ട്, വിശിഷ്ടമാക്കി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഫലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, നിങ്ങൾ ഒരിക്കലും തന്നെ മുസ്ലിമീങ്ങളല്ലാതെ മരിച്ചു പോകരുതേ എന്ന് മക്കളെ വിളിച്ചിട്ട് പറയുന്നൊരു പിതാവ് നമ്മുടെ മക്കളോട് നമ്മൾ പറയാറുണ്ടോ? മോനെ നമസ്കരിക്കണം, നമുക്ക് മരിക്കുമ്പോൾ മുസ്ലിമായിട്ട് മരിക്കണം, ഈമാനോടുകൂടി മരിക്കേണ്ടവരാണ് നമ്മൾ. ആ കുട്ടിയുടെ കയ്യും പിടിച്ചിട്ട് നമ്മൾ പള്ളിയിലേക്ക് പോകാറുണ്ടോ? ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, പള്ളിയിൽ ഒരുപാട് ആളുകൾ വരുന്ന ദിവസമാണ്. നമ്മൾ പള്ളിയിൽ പോയിട്ട് ആ പള്ളി ക്ലീൻ ആക്കുമ്പോ, പള്ളി വൃത്തിയാക്കുമ്പോ നമ്മളും അതിൽ പങ്കാളികളാകണമെന്ന് പറഞ്ഞ് നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് നമ്മൾ വരാറുണ്ടോ? അങ്ങനെ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ മാതൃക അതാണ്. നമ്മുടെ ദുആ വേണം, നമ്മുടെ ദുആ ഇല്ല എങ്കിൽ നിങ്ങളുടെ ദുആ ഇല്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ പരിഗണിക്കുകയില്ല. ദുആ ഇല്ലാതെ, പ്രാർത്ഥനയില്ലാതെ അള്ളാഹു പരിഗണിക്കുകയില്ല. എങ്ങനെയാണ്, എന്തിനാണ് നിങ്ങളെ പരിഗണിക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച ഒരു മാതൃക നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയാണ്. ഉത്തമ കുടുംബത്തിന്റെ മാതൃക അദ്ദേഹത്തിലുണ്ട്. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ
ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅ, തീർച്ചയായും ഇബ്രാഹീമിൽ നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ മാതൃകയുണ്ട്. മാത്രമല്ല വല്ലദീന മഅഹു, അദ്ദേഹത്തിന്റെ ഫാമിലിയിലുമുണ്ട്, അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലുമുണ്ട്, അദ്ദേഹത്തിന്റെ കുടുംബത്തിലും നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്നാണ്. ബലിയെറുക്കാൻ വേണ്ടി പറഞ്ഞ സംഭവം പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ. മോനെ, നിന്നെ ബലിയെറുക്കണമെന്ന് ദൂരെ നാട്ടിൽ നിന്നും മകനെയും ഭാര്യയും കാണാൻ വേണ്ടി വന്നിട്ട് കഅബയുടെ ചാരത്തിങ്ങനെ താമസിക്കുന്ന മകന്റെ അടുത്തേക്ക് പോയിട്ട്, ഉമ്മയുടെ അടുത്തേക്ക് പോയിട്ട് മകനോട് പറയുകയാണ്, നിന്നെ അറുക്കാൻ വേണ്ടി ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു എന്ന്. ആ മകൻ പറയുന്നു, ഇഫ്അൽ മാ തുഅ്മറു, ഇഫ്അൽ മാ തുഅ്മറു, എന്താണോ കൽപ്പന അത് ചെയ്തു കൊള്ളുക. സതജുദുനി ഇൻഷാ അല്ലാഹ് മിനസ് സ്വാബിരീൻ, എന്നെ അങ്ങേക്ക് ക്ഷമിക്കുന്നവരുടെ കൂടെ ഇൻഷാ അല്ലാഹ് കാണാം. അത്തരത്തിൽ തന്റെ മക്കളെ വളർത്താനുള്ള ഒരു പ്രാപ്തി ഇബ്രാഹിം നബിക്കുണ്ടായിരുന്നു. മാത്രമല്ല അവിടെ മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നല്ലോ. മകനെ അറുക്കാൻ വേണ്ടി കയ്യും പിടിച്ച് മലഞ്ചെരുവിലേക്ക് പോകുമ്പോൾ, മോനെ നിന്നെ അറുക്കണം എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. ആ ഇസ്മായിൽ എന്ന് പറയുന്ന കുഞ്ഞിനെ വെള്ളം പോലുമില്ലാതെ ഭക്ഷണമില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് നെട്ടോട്ടമോടി സംസമിന്റെ ഉറവ പോലും ഉണ്ടാവാൻ കാരണക്കാരിയായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. നൊന്തുപെറ്റ ഒരു ഉമ്മയുണ്ടായിരുന്നു. ആ മകനോട് മകനെ അറുക്കണമെന്ന് പറയുമ്പോൾ, എന്താ മനുഷ്യ നിങ്ങൾ ഈ പറയുന്നത് എന്ന് പറയുകയല്ല ചെയ്തത്. ആ ഉമ്മ അതിന് കൂടെ നിൽക്കുകയാണ് ചെയ്തത്. അതാണ് ഉത്തമ മാതൃകയുണ്ട് എന്ന് പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഉത്തമ മാതൃകയുണ്ട് എന്ന്. ധിക്കാരം കാണിക്കുന്ന ഒരു ഭാര്യയായിരുന്നില്ല, ധിക്കാരം പറയുന്ന ഭാര്യയായിരുന്നില്ല, അനുസരിക്കുന്ന അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയായിക്കൊണ്ട് അനുസരിക്കുന്ന ഒരു ഉമ്മയായിരുന്നു. അതൊരു സ്ത്രീക്കുള്ള മാതൃകയാണ്, ഒരു ഭാര്യയ്ക്കുള്ള മാതൃകയാണ്, ഒരു ഉമ്മക്കുള്ള മാതൃകയാണ്. ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിൽ നബിയുടെ ചരിത്രം അതാണല്ലോ. വല്ലദീന മഅ, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളർന്ന് അധ്വാനിക്കാനൊക്കെ ഉള്ള ശേഷിയായി, പ്രായപൂർത്തിയൊക്കെയായി. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞ് കുറെ നാടുകളൊക്കെ കഴിഞ്ഞു. ഒരിക്കൽ ഇറാഖിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെയും തന്റെ മരുമകളെയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്, അതിന്റെ മുമ്പേ ഹാജർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇസ്മായിലിന്റെ ഉമ്മ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ മരണപ്പെട്ടിട്ടുണ്ട്. ഇസ്മായിലിനെയും മകനെയും കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് വരുന്നൊരു രംഗമുണ്ട്. പ്രായമായ മക്കളുണ്ടായത് തന്നെ പ്രായമായി 100 വയസ്സ് കഴിഞ്ഞപ്പോഴല്ലേ. അപ്പൊ ആ പിതാവിന്റെ വാർദ്ധക്യം എത്രയുണ്ടാകുമെന്ന് നമുക്ക് ആലോചിക്കാം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടത്തേക്ക് ഇങ്ങനെ വന്നിട്ട് വീട്ടിൽ ഇസ്മായിൽ നബി ഇല്ല. അപ്പോൾ അവിടുന്ന് പുറത്തേക്ക് വന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു. വിശേഷങ്ങളൊക്കെ ചോദിച്ചു, ഇവിടെയുള്ള ആണുങ്ങൾ എവിടെ പോയി എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് എന്തൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ വിശേഷമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നഹ്നു ബിശർറ്, ഞങ്ങൾ വലിയ പ്രയാസത്തിലാണ്, നഹ്നു ഫീ ലീഖിൻ വശിദ്ദ, ഞങ്ങളുടെ കഷ്ടപ്പാടുകളും വളരെ ഞെരുക്കത്തിലുമാണ്, യാതൊരു മനസമാധാനവുമില്ല, ഒരു സുഖവുമില്ല ജീവിക്കാൻ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് വന്നത് എന്നൊന്നും അവർക്കറിയില്ല. ആ വൃദ്ധനായ മനുഷ്യൻ അവരോട് പറഞ്ഞു, ഫഇദാ ജാഅ സൗജിക, നിങ്ങളുടെ ഭർത്താവ് ഇവിടത്തേക്ക് വരികയാണ് എങ്കിൽ ഫഖ്റഇ അസ്സലാം, എന്റെ സലാം അദ്ദേഹത്തോട് പറയണം. വഖൂലി ലഹു തുഗയ്യിർ അതബത്ത ബാബിഹി, വീടിന്റെ ഉമ്മറപ്പടി മാറ്റിവെക്കണം എന്നും ഒന്ന് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞിട്ട് ആ വൃദ്ധനായ മനുഷ്യൻ അവിടുന്ന് തിരിഞ്ഞു നടക്കുകയാണ്, തിരിഞ്ഞു പോവുകയാണ്. സമയമൊക്കെ കഴിഞ്ഞു. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങോട്ട് കടന്നു വന്ന് വീട്ടിലേക്ക് വന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു മനുഷ്യൻ വന്നിരുന്നു. അദ്ദേഹം എന്താണ് പറഞ്ഞത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അടയാളങ്ങളും രൂപങ്ങളും ഒക്കെ ചോദിച്ചപ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയാം അതെന്റെ ഉപ്പയാണ്. അദ്ദേഹം പറഞ്ഞു, ഉമ്മറപ്പടി മാറ്റിവെക്കണമെന്ന് പറഞ്ഞത് ഒരു പ്രവാചകന്, അള്ളാഹുവിനെ അനുസരിക്കുന്ന, അള്ളാഹുവിന്റെ ആദർശം പ്രബോധനം ചെയ്യുന്ന ഒരു മനുഷ്യന്, ഒരു പ്രവാചകന് യോജിച്ച ഭാര്യയല്ല. അതുകൊണ്ട് ഉമ്മറപ്പടി മാറ്റിവെക്കണമെന്ന് പറഞ്ഞത് ഈ ഭാര്യയെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് പരിവേദനങ്ങൾ പറയുന്ന, കഷ്ടപ്പാടുകൾ മാത്രം പറയുന്ന, കുറ്റപ്പെടുത്തൽ മാത്രം പറയുന്ന ഒരു പെണ്ണിനൊരു പ്രവാചകന് വെച്ചു കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ്. അദ്ദേഹം മറ്റൊരു വിവാഹം കഴിച്ചു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ വിവാഹം കഴിച്ചു കാലങ്ങൾ കുറച്ചൊക്കെ കഴിഞ്ഞു. ഇബ്രാഹിം നബി ഇതുപോലെ ആ വീട്ടിലേക്ക് വന്നു, സലാം പറഞ്ഞു കയറി.
വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോൾ രണ്ടാമത് വിവാഹം കഴിച്ച ആ സഹോദരി പറഞ്ഞു, നഹ്നു ബിഖൈർ, ഞങ്ങൾ നല്ല ഖൈറിലാണ്, വസഅ, നല്ല മനസ്സിന് സമാധാനമുള്ള ജീവിതമാണ്, വഅസ്നത അലല്ലാഹ്, അൽഹംദുലില്ലാഹ്, അവർ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നല്ല വാക്കുകൾ പറയുന്ന സ്വാലിഹത്തായ ഒരു പെണ്ണായിരുന്നു രണ്ടാമതായിട്ട് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കിട്ടിയത്. ഫഇദാ ജാഅ സൗജിക ഫഖ്റഇ അലൈഹിസ്സലാം, ഇവിടത്തേക്ക് ഭർത്താവ് കയറി വരുമ്പോൾ നിങ്ങൾ എന്റെ സലാം പറയണം. വമുരിബിഹി യുസ്ബിത് അത്തബതഹു ബാബിഹി, വീടിന്റെ ഉമ്മറപ്പടി അവിടെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി അവനോട് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ആ വൃദ്ധൻ നടന്നു പോവുകയാണ്. പിന്നീട് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വീട്ടിലേക്ക് വന്നു. ഒരു മനുഷ്യൻ വന്നിരുന്നു, എങ്ങനെയൊക്കെയാണ് സംസാരിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സന്തോഷമാണ്. എന്റെ മകന് യോജിച്ച ഒരു ഭാര്യ, അനുസരണയുള്ള ഭാര്യ, ഉള്ളതിൽ തൃപ്തി കാണിക്കുന്ന ഭാര്യ, സങ്കടപ്പെടുത്താത്ത ഭാര്യ, അങ്ങനെയുള്ള ഒന്നിനെ കിട്ടി എന്നുള്ള ആ സന്തോഷമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പറഞ്ഞു പോയിരിക്കുന്നത് എന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മനസ്സിലായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലുള്ള ഒരു പെരുന്നാൾ ദിവസം, ഈദുൽ അദ്ഹാ ദിവസം, ബലിപെരുന്നാൾ ദിവസം പള്ളിയിൽ വന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയും കൂടെ കൂട്ടി പെണ്ണുങ്ങൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ പോയിട്ട് അവരോട് സ്വതക്ക ചെയ്യാൻ പറയാ. മഅ്ശറ നിസാ തസദ്ദഖിന, പെണ്ണുങ്ങളെ നിങ്ങളൊക്കെ സ്വതക്ക ചെയ്യണം. ഫഇന്നി ഉരീതുകുന്ന അക്സറ അഹ്ലൻ നാരി, നരകത്തിൽ ഞാൻ ഏറ്റവും അധികം കണ്ടത് സ്ത്രീകളെയാണ്. അപ്പൊ അവിടുന്ന് ചോദ്യം വന്നു, വബിമയാ റസൂലല്ലാഹ്, എന്തുകൊണ്ടാണ് കൂടുതലായി സ്ത്രീകൾ ഉണ്ടായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുക്സിറുന്ന ലഅന വതക്ഫുർന അശീർ, അവര് ശാപം വർദ്ധിപ്പിക്കുന്ന ആളുകളാണ്, അതുപോലെ അവരുടെ കുടുംബത്തോട്, ഭർത്താവിനോട് നന്ദികേട് കാണിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞു. എങ്ങനെയാണ് നന്ദികേട് കാണിക്കുക? ശാപവാക്കുകൾ, നീ ഒന്നിനും കൊള്ളില്ല, നീ നശിച്ചു പോകും, നിങ്ങൾ നന്നാവില്ല മനുഷ്യ, ഇങ്ങനെ മക്കളോടും ഭർത്താവിനോടും ശാപവാക്കുകൾ വർദ്ധിപ്പിക്കുന്ന സ്വഭാവമുണ്ട് എങ്കിൽ നരകം പ്രതീക്ഷിക്കുക എന്നാണ് പറഞ്ഞത്. നന്ദികേട് കാണിക്കുക എന്ന് പറഞ്ഞാൽ ലൗ അഹ്സൻത ഇലാ ഇഹ്ദാഹുന്ന ദഹർ, എല്ലാ കാലത്തും നന്മകൾ ചെയ്തിട്ടുണ്ടാകും, ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ടാവും. സുമ്മ റഅത മിൻക ശൈഅ, എന്നിട്ട് എന്തോ ഒന്ന് പാളിപ്പോയി, എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു പോയി ഭർത്താവിന്. ഖാലത്ത്, അവള് പറയും, മാ റഅത മിൻക ഖൈറൻ ഖത്ത്, നിങ്ങൾ ഒരു ഉപകാരവും ജീവിതത്തിൽ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തു തന്നിട്ടില്ല എന്നിങ്ങനെ നന്ദികേട് കാണിക്കുന്ന ഈ ചെയ്ത കാര്യങ്ങൾ ഒന്നും പറയുകയില്ല. എന്നിട്ട് ഏതെങ്കിലും ഒരു പോരായ്മ വരുമ്പോൾ ഒന്നും ചെയ്യാത്തവനാണ് നിങ്ങൾ എന്നിങ്ങനെ നന്ദികേട് കാണിക്കുന്നത് കാരണത്താൽ സ്ത്രീകൾ നരകത്തിൽ കൂടുതലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊന്ന് പറഞ്ഞത്, വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ റഊസുഹുന്ന കഅസ്നിമത്തിൽ മുഖ്തിൽ ബായില ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദ്ന റീഹഹാ. ചില സ്ത്രീകളുണ്ട്, അവരിങ്ങനെ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ ആടിക്കുഴഞ്ഞ് കൊഞ്ചി ആളുകളെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന സ്ത്രീകളുണ്ടാകും. ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗത്തിൽ കടക്കൂല. വലാ യജിദ്ന റീഹഹാ, സ്വർഗത്തിന്റെ സുഗന്ധം പോലും അവർക്കുണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല. നമ്മൾ വിചാരിക്കും ഇപ്പം സ്ത്രീകൾ നമ്മുടെ ഭാര്യമാരെ കുറിച്ചല്ലേ പറഞ്ഞത്. പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് അടുക്കളയിലേക്ക് പോയിട്ട് പെണ്ണുങ്ങളോട് പറയണമെന്ന് ഖുതുബ കേട്ടില്ലേ, ഇങ്ങനൊന്നും ആയാൽ ശരിയാവൂല, ഇങ്ങനൊന്നും ശരിയാവൂല, നന്നാവണം നീ എന്നിങ്ങനെ പറയാമെന്ന് വിചാരിച്ചാൽ അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകളുടെ മേൽ പുരുഷന്മാർക്ക് നൽകിയ ഒരു ഉത്തരവാദിത്തമാണത്. അത് സ്ത്രീകളുടെ പുരുഷന്റെയും ഒരു വ്യത്യാസമാണ്. സ്ത്രീകളെക്കാൾ കുറച്ചും കൂടെ മുകളിലാണ് പുരുഷന്റെ സൃഷ്ടിപ്പ്. നമ്മൾ പലപ്പോഴും സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീയും പുരുഷനും തുല്യരാണ്, എല്ലാവർക്കും ഒരുപോലെ വേണമെന്ന്. ഇതൊരു അനാവശ്യമായ ഒരു മണ്ടത്തരമാണ്. പല ജീവികളും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കും. നമ്മുടെ കടിക്കുന്ന കൊതുകില്ലേ, നമ്മുടെ കടിക്കുന്ന കൊതുക് പെൺകൊതുകുകളാണ് ചോര കുടിക്കുന്നത്. ആൺകൊതുകുകൾ സമരം ചെയ്യാൻ പറ്റുമോ? അവര് മരത്തിന്റെ നീരാണ് കുടിക്കുക. മനുഷ്യന്റെ നീര് കുടിക്കുന്നത് പെൺകൊതുകാണ്, ആൺകൊതുക് മരത്തിന്റെ നീര് കുടിക്കുന്നു. സമരം ചെയ്തിട്ട് ഞങ്ങൾക്ക് മനുഷ്യന്റെ ചോര വേണം എന്ന് സമരം ചെയ്യാൻ പറ്റുമോ? അതാ സൃഷ്ടിപ്പിന്റെ രീതിയാണ്.
അതുപോലെ മനുഷ്യരിൽ പുരുഷന്മാർക്ക് ചില കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആലോചിക്കൂ, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞിട്ട് രാത്രി പോലും ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം വേണം എന്നാണ്. ഇന്ന് പകല് പോലും ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല സ്ത്രീകൾക്ക്. ഞാൻ 2 ആഴ്ച മുമ്പ്, ഈ കഴിഞ്ഞ ആഴ്ച ഇതിന്റെ തൊട്ട് മുമ്പ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ട്രെയിനിൽ പോകുമ്പോ ഷൊർണൂർ എത്തിയപ്പോ ഒരു പെൺകുട്ടി ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് പോലീസുകാരെ കണ്ടിട്ട് ഒരാൾ ശല്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. പോലീസുകാരൻ അയാളെ വിളിച്ചു. അവർ നന്നായിട്ട് കുറെ ശാസിക്കുകയൊക്കെ ചെയ്തിട്ട് ട്രെയിനിൽ തന്നെ കയറ്റി വിട്ടു. അയാൾ എന്തോ ലഹരിയിലെങ്ങനെയാണ്. പിന്നീട് ഞാൻ ഇരിക്കുന്ന ആ ഭാഗത്തേക്ക് ഒരു സീറ്റിൽ വന്നിട്ട് അവിടെ 3-4 ഒരു ഫാമിലി ഇരിക്കുന്നുണ്ട്. അവിടെ പോയിട്ട് ആ പെൺകുട്ടി ഇരുന്നു. ആ പെൺകുട്ടി ഇങ്ങനെ വിറയ്ക്കുകയാണ്. ആ പെൺകുട്ടി പറയാണ്, അവർ 3-4 പേരുണ്ട് എന്ന് തോന്നുന്നു, എന്നെ എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ട്. ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കുകയാണ്. എന്നിട്ട് ആ പെൺകുട്ടിക്ക് ക്രോസ് ആയിട്ട് ഞാനും അവിടെ പോയി ഇരുന്നു. ആരെങ്കിലും വരികയാണെങ്കിൽ പേടിക്കണ്ട, ഇരുന്നോ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അടുത്ത സ്റ്റോപ്പിൽ ആ കുട്ടി ഇറങ്ങിയിട്ട് മറ്റൊരു കമ്പാർട്ട്മെന്റ് പോയിട്ട് AC കമ്പാർട്ട്മെന്റിലേക്ക് പോയിട്ട് ആ കുട്ടി കയറി. പിന്നാലെ പോയി ആ കുട്ടി കയറി എന്ന് ഉറപ്പാക്കിയിട്ട് ഞാൻ ഇവിടെ ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് തന്നെ വന്നു. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? നമ്മൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം, സ്വന്തം ഇറങ്ങി നടക്കാൻ വേണം, അവർക്ക് മഹ്റം ആവശ്യമില്ല, എല്ലാം വേണമെന്ന് പറഞ്ഞിട്ട് രാത്രിയല്ല പകൽ പോലും സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത, ആസിഡിനെ പേടിക്കുന്ന, കൊലപാതകത്തെ പേടിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിയത്. എന്താണോ ഇസ്ലാം ഒരു പെണ്ണിന് നിർദ്ദേശിക്കാനുള്ള കാരണം? നമ്മളൊക്കെ സ്വർണം സൂക്ഷിക്കാറുള്ളത് ലോക്കറിലാണ്, വീട്ടിൽ നന്നായിട്ട് പൂട്ടിവെക്കുന്നത്. ആ സ്വർണം മോശമായത് കൊണ്ടല്ല, അതിന് മൂല്യമുള്ളത് കൊണ്ടാണ്. നമ്മുടെ സ്ത്രീകളോട് മാന്യമായ വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞത്, സ്ത്രീകൾ ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി നടക്കരുത് എന്ന് പറഞ്ഞത് അവർ മോശക്കാരായത് കൊണ്ടല്ല, അവർ ഉന്നതയിലുള്ളതായതുകൊണ്ടാണ്, അവർക്ക് മൂല്യമുള്ളത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും സൂചിപ്പിച്ചത്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഭാര്യമാരോട് കടപ്പാടുണ്ട്. വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്. നിങ്ങളോടുള്ളതുപോലെ, ഇവിടെ ശ്രദ്ധിക്കണം, നിങ്ങളോടുള്ളതുപോലെ തന്നെ പെണ്ണിന് ആണിനോടുള്ളത് പോലെ, ഭാര്യയ്ക്ക് ഭർത്താവിനുള്ളത് പോലെ എന്നാണ് പറഞ്ഞത്. സ്ത്രീകളോടുമുണ്ട് കടപ്പാട് എന്ന്. അതുപോലെ തന്നെ അവരോടും കടപ്പാടുണ്ട്, ഇല്ല എന്ന് വിചാരിക്കരുത്. അവരോട് കടപ്പാടുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖുതില ദൂന അഹ്ലിഹി ഫഹുവ ഷഹീദ്. ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്, അവളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ കൊല്ലപ്പെടുകയാണ് എങ്കിൽ ആ ഭർത്താവിന് ഷഹീദിന്റെ പ്രതിഫലമുണ്ട് എന്നാണ്. ഭാര്യയുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഭാര്യയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ കൊടുക്കേണ്ടി വന്നാൽ, ആ ജീവൻ കൊടുക്കേണ്ടി വന്നാൽ അയാൾ ഷഹീദിന്റെ പദവിയിലായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സ്ത്രീകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറഫാ ദിനത്തിൽ സംസാരിക്കുമ്പോൾ, അറഫാ പ്രഭാഷണം നിർവഹിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1-2 വർഷം കഴിഞ്ഞിട്ട് അവിടുന്ന് വഫാത്താകുമ്പോ, ആ വഫാത്തിന്റെ മുമ്പായിട്ട് ബുധനാഴ്ച ദിവസം മിമ്പറിൽ കയറിയിട്ട് നിന്ന് സംസാരിക്കാൻ കഴിയാതെ ഇരുന്ന് സംസാരിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നിസാ, പെണ്ണുങ്ങളുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണാസന്നനായിട്ട് കിടക്കുമ്പോ ആ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂൽ എന്താണ് പറയുന്നത് എന്ന് ചെവി ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടുപോയി കേൾക്കുമ്പോൾ അവിടുന്ന് പറയുന്നത്, അന്നിസാ, പെണ്ണുങ്ങളുടെ കാര്യം ശ്രദ്ധിക്കണേ എന്നാണ്. എത്രത്തോളം പ്രാധാന്യമാണ് സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്നത്. സ്ത്രീകളോട് ബാധ്യതയുണ്ട്, അവർക്ക് വസ്ത്രം കൊടുക്കണം, അവർ പറയുന്നത് കേൾക്കണം, അവർ വളഞ്ഞു പോകുമെന്ന് പറഞ്ഞു റസൂലുള്ള. നിങ്ങൾ അവരൊരു ചെറിയൊരു വളവ് അവർക്കുണ്ട്, അത് നിങ്ങൾ നിവർത്താൻ ശ്രമിക്കരുത്. അത് നിവർത്താൻ ശ്രമിച്ചാൽ പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞു. സ്ത്രീകളോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിപ്പിച്ചു. അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിർവഹിച്ചു കൊടുക്കണം. ഭർത്താവിന്റെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് നിർവഹിക്കുന്ന ഭാര്യ, ഭാര്യയുടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് നിർവഹിക്കുന്ന ഭർത്താവ്, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടു കൂടി കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ, പറയുമ്പോൾ, അവിടെയാണ് ഉസ്വത്തുൻ ഹസന, അവിടെയാണ് നല്ലൊരു കുടുംബത്തെ നമുക്ക് കാണാൻ കഴിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി, സിഹ്രി വ നഹ്രി, എന്റെ മാറിന്റെയും മടിത്തട്ടിന്റെയും ഇടയിൽ തല വെച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നത് എന്നാണ്. ആ സമയത്ത് ഇങ്ങനെ വായിലിട്ടിട്ട് ബ്രഷ്, മിസ്വാക്ക് അതിങ്ങനെ വായിൽ വെച്ച് ആയിഷ റളിയല്ലാഹു അൻഹ ചവച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് പല്ല് തേക്കാൻ. ഞങ്ങൾ രണ്ടുപേരുടെയും തുപ്പുനീരുകൾ അള്ളാഹു കൂട്ടിക്കലർത്തിയ ഒരു സന്ദർഭമായിരുന്നു അള്ളാഹുവിന്റെ റസൂല് മരണപ്പെടുന്ന അവസാനത്തെ ദിവസം എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അനുസ്മരിക്കുന്നുണ്ട്.
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് തന്റെ പ്രിയതമയുടെ മാറിന്റെയും മടിത്തണ്ടിന്റെയും ഇടയിൽ തലവെച്ചിട്ടാണ് അവിടുന്ന് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു പോകുന്നത്. അള്ളാഹുവിന്റെ റസൂല് മരണത്തിന് ശേഷവും ഖദീജ റളിയല്ലാഹു അൻഹായെ കുറിച്ച് പറയാറുണ്ടായിരുന്നു. മറ്റു ഭാര്യമാര് പറയാറുണ്ട്, ഖദീജയല്ലാത്തൊരു പെണ്ണും ഈ ലോകത്തില്ലേ, എപ്പോ നോക്കിയാലും മരണപ്പെട്ടു പോയ ഖദീജ ഖദീജ എന്നാണ് പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴെങ്കിലും സ്വതക്ക ചെയ്യാൻ വേണ്ടി ആടിനെ അറുത്താൽ ഖദീജ റളിയല്ലാഹു അൻഹ എന്നോ മരണപ്പെട്ടു പോയ ഖദീജ റളിയല്ലാഹു അൻഹായുടെ സ്നേഹിതകൾക്ക് അവരുടെ വീടുകളിലേക്ക് മാംസം എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെടുന്നത്, റസൂലുള്ള മരണപ്പെടുന്നത് ആയിഷ റളിയല്ലാഹു അൻഹായുടെ മടിയിൽ തലവെച്ചുകൊണ്ടാണ് എങ്കിൽ റസൂലുള്ളാന്റെ മടിയിൽ തലവെച്ചുകൊണ്ടായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെടുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് ഇങ്ങനെ ആ മരണപ്പെടുന്ന സമയത്ത് മടിയിൽ കിടന്നിട്ട് റസൂലുള്ളാന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കണ്ണീരൊഴുക്കുന്ന ഖദീജ റളിയല്ലാഹു അൻഹായുടെ ഒരു രംഗമുണ്ട് ചരിത്രത്തിൽ. അത് കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞു. എന്നിട്ട് തന്റെ മടിയിൽ കിടക്കുന്ന ഖദീജ റളിയല്ലാഹു അൻഹായെ നോക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുമാ ഇംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാളിൻ ദഖലത്തിൽ ജന്ന. ഭർത്താവിന്റെ സംതൃപ്തി വാങ്ങിക്കൊണ്ടാണ് ഒരു ഭാര്യ മരണപ്പെടുന്നത് എങ്കിൽ അവൾക്ക് സ്വർഗമുണ്ട് എന്ന്. ഭർത്താവിന്റെ തൃപ്തിയോടുകൂടിയാണ് ഭാര്യ മരിക്കുന്നത് എങ്കിൽ അവൾക്ക് സ്വർഗമുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ ആ വാക്ക് കേട്ടപ്പോ അവരുടെ സന്തോഷം എത്രയായിരിക്കും, എന്നെക്കുറിച്ചാണ് ഈ പറഞ്ഞത് എന്ന് അവർക്ക് മനസ്സിലായിട്ടില്ലേ? അള്ളാഹുവിന്റെ റസൂലിന്റെ ആ സന്തോഷത്തിന്റെ വാക്ക് കേട്ടുകൊണ്ടാണ് ഖദീജ റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂലിന്റെ മടിയിൽ കിടന്നുകൊണ്ട് ഇഹലോകവാസം വെടിഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, ഞാൻ മരിച്ചാൽ ആയിഷ നീ കുളിപ്പിക്കണേ, നീയാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ ആയിഷ നിന്നെ ഞാൻ കുളിപ്പിക്കുമെന്ന് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയാനും പങ്കുവെക്കാനും ഓട്ടമത്സരം നടത്തിയ കഥയൊക്കെ നമ്മൾ കേൾക്കാറില്ലേ? റസൂലും ഭാര്യയും തമ്മിലൊരു ഓട്ടമത്സരം. നമ്മുടെ വീട്ടിലൊക്കെ ഒരു പാമ്പും കോണിയും ഒക്കെ വാങ്ങിവെക്കുക, ഒരു ഉപദ്രവമൊന്നും ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ വാങ്ങി വെച്ചിട്ട് മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അല്പസമയം നമ്മുടെ ഭാര്യയുമായിട്ട് ഇരുന്നിട്ടൊന്ന് പാമ്പും കോടിയും കളിച്ചു നോക്കൂ. സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറഞ്ഞതാണ്. കുടുംബത്തിൽ സന്തോഷമുണ്ടാകാൻ അതിലും വലിയ ഒന്നുമില്ല. പരസ്പരം പങ്കുവെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അവരെ കേൾക്കാനുള്ള മനസ്സുണ്ടാവുക, എന്തു പറഞ്ഞാലും തർക്കുത്തരം പറയുക. ഒന്നിങ്ങനെ വെല്ലടിച്ച് വിളിച്ചാൽ ഭാര്യ ഇങ്ങനെ വരുന്നുണ്ടാകും, പക്ഷെ കാത്തിരിക്കാൻ സമയമില്ല, വീണ്ടും വീണ്ടും വെല്ലടിക്കും. അപ്പൊ അവിടെ അകത്തുനിന്ന് വിളിച്ചു പറയും, ഇവിടെ സൈക്കിളൊന്നുമില്ല, ഞാൻ നടന്നിട്ടാ വരുന്നത്, അത് മതിയടിച്ചത് എന്ന്. ഇത് രണ്ടുമാണ് മാറ്റേണ്ടത്. ഒന്ന് വെല്ലടിച്ചാൽ ഒന്ന് കാത്തു നിന്നാൽ മതി, വീണ്ടും വെല്ലടിച്ചാൽ നമ്മളൊന്ന് അകത്തുനിന്ന് ക്ഷമിച്ചാൽ മതി. രണ്ടു കൂട്ടരും ക്ഷമിക്കുമ്പോഴാണ് നല്ല ഒരു കുടുംബമായിട്ട് മാറുന്നത് എന്നുകൂടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നിന്നും നമ്മൾ പാഠം ഉൾക്കൊള്ളുക. സഹോദരങ്ങളെ, അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സഹോദരങ്ങളെ ഇങ്ങനെ ഓരോ ദിവസവും കൊന്ന് തള്ളുകയാണ്. ഗസ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശത്ത് എല്ലാ ദിവസവും കൊല്ലുകയാണ്. ഇന്നൊരു വാർത്ത പോലുമല്ല. നമ്മുടെ മനസ്സിലൊന്നും ഒരു സഹതാപവും തോന്നുന്നില്ല. മനുഷ്യന്മാരെ പച്ചയായിട്ട് ഇങ്ങനെ കൊല്ലുമ്പോ ഒരു ഡോക്ടറായ ഒരു സഹോദരിക്ക് അവരുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് 9 കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങളാണ്. അവരൊരു ഡോക്ടറാണ്. ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്ന മൃതദേഹങ്ങൾ 9 എണ്ണം. ഈ 9 മൃതദേഹങ്ങളും മയ്യിത്തുകളും ആ ഡോക്ടറായ സഹോദരിയുടെ മക്കളുടേതായിരുന്നു. 10ാമത്തെ മകന് ഗുരുതരമായ പരിക്കുണ്ട്, സർജറി വേണമായിരുന്നു. ആ 10ാമത്തെ മകനെ സർജറി ചെയ്തത് ഡോക്ടറായ ഈ 10ാമത്തെയും കുട്ടിയുടെ ഉമ്മയായിരുന്നു. അവരുടെ ഭർത്താവിനും പരിക്കേറ്റിരുന്നു. 2ാമത്തെ ദിവസം ആ ഭർത്താവും മരണപ്പെട്ടു പോയി. 9 മക്കളും ഭർത്താവും മരണപ്പെട്ട് 10ാമത്തെ കുഞ്ഞിനെ സ്വന്തം കൈകൊണ്ട് സർജറി ചെയ്യേണ്ടി വന്ന ഒരു ഉമ്മ ജീവിക്കുന്നത് ഗസയിലാണ്, ഫലസ്തീനിലാണ്. ഒരു പാല് കുടിക്കുന്ന ഒരു കുഞ്ഞിനെ എടുത്തിട്ട് ഏതോ ഒരു കോണിക്കൂടിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു എഴുത്തെഴുതി വെച്ചിട്ടുണ്ട് ഒരു ഉമ്മ. എനിക്ക് മുലപ്പാലില്ല എന്ന് കൊടുക്കാൻ മുലപ്പാലില്ല, ഭക്ഷണം കഴിച്ചാലല്ലേ മുലപ്പാലുണ്ടാവുകയുള്ളൂ, പാല് കൊടുക്കാനില്ല, എനിക്കത് കുഞ്ഞിന്റെ മുഖം കാണാൻ പറ്റുന്നില്ല, ഇവിടെ ഞാൻ വെച്ചിട്ട് പോകുന്നു, ആരെങ്കിലും എടുത്ത് എന്റെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കണേ എന്ന്.
ഒരു ഉമ്മ പറയുന്നൊരു അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് നമ്മളൊക്കെ പെപ്സി കുടിക്കുന്നവരാണ്, സെവനപ്പ് കുടിക്കുന്നവരാണ്, KFC ചിക്കൻ കഴിക്കുന്നവരാണ്, ലേസ് വാങ്ങി കഴിക്കുന്നവരാണ്. ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന നികുതി കൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത്. ഇതൊക്കെ കഴിച്ചാണ് നമ്മൾ ഇന്ന് പെരുന്നാളിന്റെ വസ്ത്രം വന്ന് ധരിച്ചു വന്നത് എങ്കിൽ നമ്മുടെ ഡ്രസ്സിന് ഗസയിലെ കുഞ്ഞുങ്ങളുടെ ചോരയുടെ ഗന്ധമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അവർക്ക് നികുതി കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്, അറിഞ്ഞുകൊണ്ട് കഴിക്കുകയാണ് എങ്കിൽ നമ്മുടെ ഭക്ഷണത്തിന് ചോരയുടെ ഗന്ധമാണ്. നമുക്ക് അറപ്പുണ്ടാകണം അവരുടെ ഭക്ഷണങ്ങളോട്. നമ്മുടെ നികുതി കൊണ്ട് നമ്മുടെ കുഞ്ഞിനെ കൊല്ലാൻ പാടില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ദുആ ചെയ്യുമ്പോൾ, നമ്മൾക്ക് നമസ്കരിക്കുമ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, നമ്മളൊക്കെ ദുആ ചെയ്യാറില്ലേ, പ്രാർത്ഥിക്കാറില്ലേ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, പ്രവാചകരെ അങ്ങേക്ക് സലാം സമാധാനമുണ്ടാകട്ടെ, വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അല്ലാഹുവിന്റെ റഹ്മത്തും ബറക്കത്തും ഉണ്ടാകട്ടെ. അസ്സലാമു അലൈനാ, ഞങ്ങളുടെ മേലും സലാമുണ്ടാകണം, സലാമത്തുണ്ടാകണം, സമാധാനമുണ്ടാകണം. വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ നിന്റെ എല്ലാ അടിമകളുടെ മേലും സമാധാനമുണ്ടാകണേ എന്ന് നമ്മളൊക്കെ നമസ്കാരത്തിൽ ദുആ ചെയ്യുമ്പോൾ, എന്നെങ്കിലും നമ്മുടെ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ഗസയിലെ സഹോദരങ്ങൾ വന്നിട്ടുണ്ടോ? അവർക്ക് സമാധാനമുണ്ടാകണേ എന്ന് നമ്മുടെ നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്നത് എന്തിനാ നമസ്കരിക്കുന്നത്? ആ നമസ്കാരത്തിലെ പ്രാർത്ഥനയിൽ നമ്മൾ ഓർക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ സഹോദരങ്ങളെ. അല്ലാഹുമ്മ ദമ്മിർ അഅദാ അൽ ഉമ്മ, അല്ലാഹുമ്മ ദമ്മിർ അഅദാ ഗസ, അല്ലാഹുമ്മ ദമ്മിർ അഅദാ അൽ മുസ്ലിമീൻ. നമ്മുടെ ദുആയിൽ ഉണ്ടാകണം, നശിപ്പിക്കണമേ അല്ലാഹുവേ ഇസ്ലാമിന്റെ, ഉമ്മത്തിന്റെ, ഗസയുടെ, ഫലസ്തീനിന്റെ, ചരിത്രത്തിന്റെ ശത്രുക്കളെ നശിപ്പിക്കണേ എന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. അല്ലാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ജീവിതത്തിൽ വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നാഥ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്നെ ആരാധിക്കുന്ന ആളുകളായി ഞങ്ങളെ മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്നെ ആരാധിക്കുന്ന, നിനക്ക് വേണ്ടി നമസ്കരിക്കുന്ന ആളുകളിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും നാഥ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ ശിഫ നൽകണേ തമ്പുരാനെ. ശാരീരികമായും മാനസികമായും വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ റബ്ബേ നീ ദൂരീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളായി മാറ്റി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, നല്ല സന്താനങ്ങളായി ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളായി റബ്ബേ ഞങ്ങളുടെ മക്കളെ മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, സന്തോഷമുള്ള കുടുംബമായി ഞങ്ങളുടെ കുടുംബത്തെ മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, കൺകുളിർമ നൽകുന്ന കുടുംബമായിട്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഹാജറായുടെയും അവരുടെ കുടുംബത്തിന്റെയും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മാതൃക പിൻപറ്റി ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും നാഥ നീ നൽകണേ തമ്പുരാനെ.